എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ ബഹുഭുജങ്ങൾ, അതായത് പോളിഗൺസ് എന്ന പാഠഭാഗത്തിലെ പേജ് 65-ലെ 2ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. 27 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ്? എത്ര വശമുണ്ട്? 27 വശമുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ്? അപ്പോൾ കോണുകളുടെ തുക കാണുന്നത് എങ്ങനെ നമുക്കറിയാം അല്ലേ? കോണുകളുടെ തുക എങ്ങനെയാണ് കാണുന്ന? 180 ഇൻറ്റു n-2 അല്ലെങ്കിൽ n-2 ഇൻറ്റു 180. കോണുകളുടെ തുക n-2 ഇൻറ്റു 180 അല്ലെ 180 ഇൻറ്റു n-2. അപ്പോൾ 27 വശമാണ്. അപ്പോൾ n is equal to 27. 27 വശം. അപ്പോൾ നമുക്ക് എന്നിന് പകരം 27 കൊടുക്കാം. 27 മൈനസ് 2 ഇൻറ്റു 180. 27 2 പോയാൽ 25 ഇൻറ്റു 180. അപ്പോൾ 25-ഉം 18 ഗുണിക്കുക. 8 5 40, 0 12 20 5 2 0 5 4. പിന്നെ 180-ൻ്റെ 0 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4500. അപ്പോൾ 27 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക 4500 ഡിഗ്രി. ഇതെല്ലാം ഡിഗ്രിയിലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 3ാമത്തെ ചോദ്യം. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 8100 ആണ്. അതിന് എത്ര വശങ്ങളുണ്ട്? അപ്പൊ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കോണുകളുടെ തുക n-2 ഇൻറ്റു 180. കോണുകളുടെ തുക കാണാനുള്ള സമവാക്യമാണ് n-2 ഇൻറ്റു 180. ഇതാണ് 8100 എന്ന് തന്നിരിക്കുന്നത്. n-2 ഇൻറ്റു 180 8100. n-2-നെ 180 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 8100 ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പം ബ്രാക്കറ്റ് നമുക്ക് തുറന്നും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. n-2 എത്ര നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? n-2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 8100-നെ 180 കൊണ്ട് ഹരിക്കണം. അപ്പൊ 4x = 20 ആണെങ്കിൽ x എങ്ങനെ കണ്ടുപിടിക്കും? 20-നെ 4 കൊണ്ട് ഹരിക്കും. അതുപോലെ n-2 എങ്ങനെ കണ്ടുപിടിക്കും? n-2 = 8100/180. നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. 9 2 9 9 81 90. 90/2 എത്ര? 45. n-2 45. അതായത് n-ൽ നിന്ന് 2 കുറച്ചാൽ 45 ആകുമെങ്കിൽ കുറയ്ക്കുന്നതിന് മുമ്പ് അത് എത്രയായിരിക്കും? ഇതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? ഇതിനേക്കാൾ കൂടുതലായിരിക്കും. എത്ര കൂടുതലായിരിക്കും? ഈ 2 കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് n എങ്ങനെ കിട്ടും? 45-ന്റെ കൂടെ 2 കൂടെ കൂട്ടണം. ഈ -2-നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +2 ആവും. 47. അപ്പൊ വശങ്ങൾ എത്ര കിട്ടി? വശങ്ങള് 47 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം. ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1000 ആകുമോ? കാരണം വിശദീകരിക്കുക. അപ്പം കോണുകളുടെ തുക കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് അറിയാം അല്ലേ? അതിനുള്ള സമവാക്യമൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഏതെങ്കിലും കോണുകളുടെ തുക 1000 ആകുമോ? അപ്പം 1000-ത്തെ നമുക്ക് 180 കൊണ്ട് ഭാഗിക്കണം അല്ലെ? കോണുകളുടെ തുക എങ്ങനെയാണ്? അതിന്റെ സമവാക്യം എന്താണ്? കോണുകളുടെ തുക n-2 ഇൻറ്റു 180. അതായത് n-ൽ നിന്ന് 2 കുറച്ചിട്ട് 180 കൊണ്ട് ഗുണിക്കണം. അപ്പം തുകയാണ്. അപ്പൊ ഇത് സമം 1000 എന്നാ പറയുന്നത്. n-2 ഇൻറ്റു 180 ആണ് 1000 എന്ന് പറയുന്നത്. നമുക്ക് 180-നെ നമുക്ക് 1000-നെ 180 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ശേഷം ഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കോണുകളുടെ തുക ഒരിക്കലും 1000 ആകില്ല. അതായത് 180-ന്റെ ഗുണിതമല്ല 1000.
180ന്റെ ഗുണിതമല്ല 1000. അപ്പം 1000ത്തിനെ 180 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. ആ റീസൺ അങ്ങ് നമുക്ക് എഴുതാം. 180ന്റെ ഒക്കെ ഡിഗ്രിയാണ്, ഗുണിതമല്ല 1000. അതിനാൽ 1000ത്തിനെ 180 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1000 കോണുകളുടെ തുക ആകില്ല. അതിനാൽ കോണുകളുടെ തുക ഒരിക്കലും 1000 ഡിഗ്രി ആകില്ല. മനസ്സിലായോ? അപ്പൊ 1000ത്തിന് നമുക്ക് 180 കൊണ്ട് ഹരിക്കണം. അത് സാധ്യമാണോ? അല്ല. നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും 1000 കോണുകളുടെ തുക ആകില്ല. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളെല്ലാം ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? അപ്പൊ കോണുകളുടെ തുക നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എത്ര വശങ്ങളുണ്ട്? 20 വശങ്ങള്. കോണുകളുടെ തുക n-2 ഇൻറ്റു 180. എത്ര? 20 വശം. 20. അപ്പം എന്നിന് പകരം നമുക്ക് 20 കൊടുക്കാം. 20 - 2 ഇൻറ്റു 180. 20ന്ന് 2 18 ഇൻറ്റു 180. 18 ഇൻറ്റു 180. 18 18 എത്ര വരും? 18 ഗുണം 18. 8 8 64. 8 6 8 6 14. 8 1 4. എന്നിട്ട് 3240 കിട്ടും. കോണുകളുടെ ആകെ തുക 3240. അപ്പം എത്ര വശങ്ങളുണ്ട്? 20 വശങ്ങൾ. 20 വശങ്ങളുണ്ട്. നമുക്ക് എത്ര കോണുകൾ കാണും? 20 കോണുകൾ, അല്ലെ? അപ്പൊ ഓരോന്നും എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തുകയെ 20 കൊണ്ട് ഹരിക്കണം. എന്താണ്? ഈ തുകയെ 20 കൊണ്ട് ഹരിക്കണം. ഒരു കോണിന്റെ അളവ് ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കാം. 20 വശങ്ങളുള്ളതുകൊണ്ട് നമുക്ക് 20 കോണുകൾ ഉണ്ടായിരിക്കും. 0 0 വെട്ടിപ്പോയി. 324 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 2 2. അപ്പം മനക്കണക്ക് അടിച്ച് അറിയാവുന്നവര് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ചെയ്യാം. 162 ഡിഗ്രിയാണ് ഓരോ കോണാണ്. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. എന്താണ്? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. n-2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയും ചെയ്യാം. ഇവിടെ 20 കൊടുക്കാം. 3240/20. അങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.